സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളെക്കുറിച്ചോ ആത്മീയ പ്രവൃത്തികളെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കാവിനിറത്തിലുള്ള വസ്ത്രം ധരിച്ചവരും കഴുത്തിൽ രുദ്രാക്ഷമണിഞ്ഞ് കയ്യിൽ ദണ്ഡുമായിരിക്കുന്നവരും ക്ഷേത്രത്തിലോ പള്ളികളിലോ ആൽമരച്ചുവട്ടിലോ ധ്യാന നിമഗ്നരായിരിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇതെല്ലാം ആത്മീയതയുടെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആത്മീയത എന്നത് നാം ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. ഈ മനസ്സിലാക്കൽ പല വിധങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഇത് ശാന്തതയിലിരുന്ന് മനസ്സിനെ കേൾക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകുന്ന പ്രവർത്തികളിലൂടെ കുറച്ചു നിമിഷങ്ങളിൽ ധ്യാനത്തിലിരിക്കുന്നതാണ്. ആത്മീയത എന്നത് കൃത്യമായിരിക്കേണ്ടതും എന്നാൽ ജീവിതത്തിൽ നിന്ന് അകലം പാലിക്കേണ്ടതുമല്ല. മറിച്ചും ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായും മാനസിക സമ്മർദ്ദം കുറച്ചുകൊണ്ടും നയിക്കാനുമുള്ള പഠനമാണ്. നല്ലൊരു ജീവിതം നയിക്കാൻ ഇത് എങ്ങനെ സഹായകമാകും? മിക്കവരും ചിന്തിക്കുന്നത് ഒരുപാട് സമയമുള്ളവർക്കും അതുപോലെ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കുമാണ് ആത്മീയത വേണ്ടതെന്ന്. ഇത് ശരിയല്ല. സ്പിരിച്വാലിറ്റി ദൈനംദിന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ്. മെഡിറ്റേഷൻ, സാധന എന്നീ രൂപത്തിൽ ഒരു ബസ് യാത്ര ചെയ്ത് എവിടെയാണോ എത്തിയിരിക്കുന്നത് ആ രൂപത്തിൽ ജീവിതയാത്ര ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഇത് ആളുകളെ ശാന്തരാക്കാനും പോസിറ്റീവ് ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാക്കാനും സഹായിക്കുന്നു. മെൻ്റലി ഓർ ഫിസിക്കലി ഹെൽത്തിയായ ജീവിതശൈലി നയിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിന് സഹായകമാകുന്ന ഒരു സിമ്പിൾ റൂൾ ഞാൻ പറയാം. നിങ്ങൾ ആത്മീയതയിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബെറ്റർ മെൻ്റൽ സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നിങ്ങൾ ഫോളോ ചെയ്യാൻ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. വെറും 20 മിനിറ്റ് മാത്രം നീക്കി വെച്ചാൽ മതി. തീർച്ചയായും അതിരാവിലെ ചെയ്യേണ്ടതും കൺസിസ്റ്റൻ്റായി നിലനിർത്തേണ്ടതുമാണിത്. 5-7-5 റൂളാണിത്. നിങ്ങളുടെ ഒരു ദിവസത്തിലെ 20 മിനിറ്റ് മാത്രം ഉപയോഗിച്ച് ഈ ടെക്നിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ദിവസത്തെ 24 മണിക്കൂറും മാനസിക നില ബെറ്ററായി ചേഞ്ച് ആകുന്നത് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ദ 5 മിനിറ്റ്. ആദ്യത്തെ 5 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ദിനാരംഭം മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ എന്നിവ കൊണ്ടാകണം തുടങ്ങേണ്ടത്. അഫർമേഷൻ എന്നാൽ പോസിറ്റീവായ വളരെ ശക്തമായ വാക്കുകളാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം പറയുന്ന സെൻറ്റൻസസ്. ഇത് പതുക്കെ നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളുടെ ബ്രെയിനിനെ ഫീൽ ചെയ്യാനും സാധിക്കും. മാത്രമല്ല ഈ വാക്കുകൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആഴത്തിൽ സ്പർശിക്കും. പോസിറ്റീവായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ സെയിം വേയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയും നമ്മുടെ മൈൻഡ് സെറ്റ് സമൃദ്ധിയും പോസിറ്റീവായി മാറുകയും ചെയ്യുന്നു. 7 മിനിറ്റ് ഓഫ് മെഡിറ്റേഷൻ. 5 മിനിറ്റിന് ശേഷം അടുത്ത 7 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടിയുള്ളതാവണം. ഈ 7 മിനിറ്റിൽ നിങ്ങളുടെ മൈൻഡിനെ സ്ലോ ഡൗൺ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ചുറ്റുമുള്ള വൈബ്രേഷൻസ്, ശ്വാസത്തിൻ്റെ ശബ്ദം, കണ്ണുകളുടെ ഇടയിലെ നെറ്റിയുടെ ഭാഗത്തേക്കുള്ള ശ്രദ്ധ, ഇവയൊക്കെ ശ്രദ്ധിച്ചിരിക്കാം. 5 മിനിറ്റ് ഓഫ് മൂവ്മെൻറ്റ്. 7 മിനിറ്റിൻ്റെ മെഡിറ്റേഷന് ശേഷം 5 മിനിറ്റ് മൂവ്മെൻ്റ് ആണ്. അത് യോഗയാവാം, സ്ട്രെച്ചിങ് ആവാം, സൂര്യ നമസ്കാരമോ ആവാം. ഈ 5 മിനിറ്റ് മൂവ്മെൻറ്റ് കാലറി ബേൺ ചെയ്യാനുള്ളതല്ല, മറിച്ച് റിലാക്സ്ഡ് സ്റ്റേറ്റിലായിട്ടുള്ള നിങ്ങളുടെ ബോഡിയെ തിരിച്ച് മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഈ 5-7-5 റൂൾ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ലൈഫിലെ സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലെയുള്ള അവസ്ഥകൾ നീങ്ങിപ്പോവുകയും എണീറ്റ ഉടനെയുള്ള സ്ക്രീൻ ടൈമും അനാവശ്യ സംസാരങ്ങളും കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പുതിയൊരു തുടക്കം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.